بسم الله الرحمن الرحيم وبه نستعين إنما تجب المكتوبة അഞ്ച് വഖ്ത് ഫർള് നിസ്കാരങ്ങൾ നിർബന്ധമാവുക. മക്തൂബത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ അങ്ങനെയാണ് പ്രയോഗിച്ചത്. അതുകൊണ്ടാണ് മക്തൂബത്ത് എന്ന് പ്രത്യേകം ഉപയോഗിക്കാൻ കാരണം. അഥവാ അസ്വലവാത്തുൽ ഖംസു, അഞ്ച് വഖ്ത് ഫർള് നിസ്കാരം. നേർച്ചയാക്കിയാലും ഫർളാവും, പക്ഷേ അതിന് മക്തൂബത്ത് എന്ന് പറയപ്പെടൂല. ഇങ്ങനെയുള്ള അഞ്ചു വഖ്ത് നിസ്കാരം ഫർളാക്കപ്പെടുക ആരുടെ മേലിലാണ്? അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമായ ആളുകളുടെ മേലിലും ആണ് നിസ്കാരം ഫർളാക്കപ്പെടുക. എന്ന് പറഞ്ഞാൽ അപ്പൊ മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് നിസ്കാരം ഫർളില്ല എന്നല്ല അതിനർത്ഥം. അങ്ങനെ തന്നെയാണ്. പക്ഷെ അപ്പൊ പിന്നെ നിസ്കാരം സ്വാഭാവികമായിട്ടും വരാം. ഷാഫിഈ ഉസൂൽ അനുസരിച്ച് ഈ ഫുറുഇയ്യാത്ത് കൊണ്ട് ഷൈന്റെ ഫുറുഇയ്യാത്ത് കൊണ്ട് തക്ലീഫ് ഉണ്ട് എന്നാണല്ലോ. കാഫിറിനോട് ഷറഇന്റെ ഫുറുഇയ്യാത്തുകളെ കൊണ്ട് തക്ലീഫ് ഉണ്ട്. അഥവാ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ഫുറുഇയ്യായ ശാഖാപരമായ ഇബാദത്തുകൾ മുസ്ലിം ആകൽ ഫർളുള്ളത് പോലെ തന്നെ ഈ നിസ്കാരവും ഫർളുണ്ട്. അപ്പൊ പിന്നെ മുസ്ലിമിന്റെ മേലെ ഫർളാവുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതായത് മുസ്ലിമിന്റെ മേലിലാണ് നിർവഹിക്കുക, അത് നിറവേറ്റുക, നിർവഹിക്കുക എന്ന നിലക്ക് ഫർളാവുന്നത് മുസ്ലിമിനാണ്. കാരണം അല്ലാത്തവര് നിർവഹിച്ചാൽ അത് സഹിയാവുകയില്ല. എന്നാൽ കാഫിറിന്റെ മേൽ ഫുറുഇയ്യാത്ത് കൊണ്ട് തക്ലീഫ് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നാളെ പരലോകത്തെത്തുമ്പോ കാഫിറായതിന്റെ പേരിൽ ശാശ്വതമായ നരകത്തിൽ കടക്കുമെങ്കിലും അതോടുകൂടി തന്നെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ, നോമ്പെടുക്കാത്തതിന്റെ പേരിൽ, സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ, ഹജ്ജ് ചെയ്യാത്തതിന്റെ പേരിൽ, ഇങ്ങനെ ഫുറുഇയ്യായ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ പേരിൽ അതിന് പ്രത്യേകമായ ശിക്ഷ ഉണ്ട്. അപ്പൊ ഫുറുഇയ്യാത്ത് കൊണ്ട് തക്ലീഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നിർവഹിക്കാത്തതിന് പ്രത്യേകം കാഫിറായതിന്റെ ശിക്ഷക്ക് പുറമെ പ്രത്യേകമായ ശിക്ഷ ഉണ്ടാവും ഉപേക്ഷിച്ചതിന് എന്നാ. എന്നാൽ ദുന്യാവിൽ ഫർളില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദുന്യാവിൽ അത് നിർവഹിക്കാൻ കൽപ്പനയില്ല എന്നാ. നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം? വുളു എടുത്ത് നിസ്കരിക്കണം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ജനാബത്തുണ്ടെങ്കിൽ കുളിച്ചിട്ട് നിസ്കരിക്കണം എന്ന് പറയുന്നത് പോലെ മുസ്ലിമായി നിസ്കരിക്കണം എന്ന തക്ലീഫാണുള്ളത്. അതേ സമയത്ത് മുസ്ലിം ആവാതെ കാഫറായ നിലയിൽ നിലനിന്നുകൊണ്ടുള്ള നിസ്കാരം സഹിയാവുകയില്ല. എന്നാൽ എങ്ങനെയുള്ള മുസ്ലിം? മുക്കല്ലഫിൻ, അതെല്ലാ ഇബാദത്തിനുള്ള ഷർത്താണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കുമാണ് നിസ്കാരം ഫർളാവുന്നത് എന്ന് മാത്രമല്ല, മറ്റ് ഫർളായ ഇബാദത്തുകളൊക്കെയും മുക്കല്ലഫിന് മാത്രമേ നിർബന്ധമുള്ളൂ. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ ശറഇന്റെ വിധിവിലക്കുകൾ ബാധകമാക്കപ്പെടുന്ന വ്യക്തികൾ. അത് ബാലിഗിൻ ആഖിലിൻ, മുക്കല്ലഫിന്റെ മാനയാണ്. അതായത് പ്രായപൂർത്തി എത്തണം. പ്രായപൂർത്തി എത്താത്ത ഒരാളോടും ഇസ്ലാം ശരീഅത്തിന്റെ ഒരു നിയമങ്ങളെ കൊണ്ടും ഫർളായി കൽപ്പിക്കപ്പെടുന്നില്ല. പ്രായപൂർത്തി എത്തുന്നത് വരെ ഇനി പറയും നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, മറ്റേ ഇബാദത്തുകളൊക്കെ ചെയ്യണം എന്ന് കൽപ്പനയുണ്ട്. 10 വയസ്സ് കഴിഞ്ഞാൽ ഉപേക്ഷിച്ചതിന് വല്ല അടിയുണ്ട് എന്നൊക്കെ പറഞ്ഞത് ശറഇൽ ചെയ്യൽ നിർബന്ധമുണ്ട് എന്ന നിലക്കല്ല, അത് പരിശീലിപ്പിക്കുക എന്നതും പ്രോത്സാഹനം എന്ന നിലക്കുമാണ്. എന്നതുപോലെ തന്നെ ആഖിൽ, പ്രായപൂർത്തിയൊക്കെ എത്തിയത് പക്ഷെ ബുദ്ധി ഭ്രാന്ത് കൊണ്ടോ പ്രകൃതിയെ തന്നെ ബുദ്ധി വളർച്ചയില്ലാതെ
മന്ദബുദ്ധിയായി ഒരു 2 വയസ്സായ കുട്ടികളെ പോലെ അല്ലെങ്കിൽ 3 വയസ്സായ കുട്ടികളെ പോലെയുള്ള മാനസികാവസ്ഥ മാറാത്ത ചില ആളുകളുണ്ട്, ബുദ്ധി വളർച്ചയില്ലാത്ത. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇസ്ലാമിന്റെ വിധിവിലക്ക് കൊണ്ടുള്ള കൽപ്പന ബാധകമല്ല. അപ്പം നിസ്കാരത്തിന് മാത്രമുള്ള നിയമങ്ങളല്ല ഈ പറയുന്നത്, ഫർളാക്കപ്പെട്ട എല്ലാ നിയമത്തിനും ബാധകമാണ്, മുക്കല്ലഫാവണം. അവിടെ മുക്കല്ലഫ് എന്ന് പറയുമ്പം ഇസ്ലാം ശരീഅത്തിന്റെ വിധിവിലക്കുകൾ കൊണ്ട് കൽപ്പിക്കപ്പെട്ടവർ എന്നർത്ഥം വരുമ്പോ അതിൽ ആണും പെണ്ണും പെടും. അതിൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ദക്കരിൻ ഔ ഗൈരിഹി, ബാലിഗിൻ ആഖിലിൻ ആയ അഥവാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവരുമായ പുരുഷനോ അല്ലാത്തവരോ, പുരുഷനും സ്ത്രീയോ അല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ട. ശറഅയിൽ വളരെ വ്യക്തമായി തന്നെ മൂന്നാമത്തെ ഒരു കക്ഷിയെ പറയുന്നത് കൊണ്ട് അത് ഒന്നിച്ചുൾപ്പെടാൻ വേണ്ടിയിട്ടാണ് ഗൈരിഹി എന്ന് ഉപയോഗിച്ചത്. അഥവാ പുരുഷനോ പുരുഷനല്ലാത്ത സ്ത്രീയോ, അല്ലെങ്കിൽ അത് രണ്ടും വ്യക്തമായി പറയാൻ പറ്റാത്ത നപുംസകം എന്ന് പറയപ്പെടുന്ന ഹുൻസയോ, ആരായാലും വേണ്ടിയില്ല, പ്രായപൂർത്തിയും ബുദ്ധിയുണ്ടോ എന്നുള്ളതാണ് നോട്ടം, ആണോ പെണ്ണോന്നും നോട്ടല്ല. പിന്നെ ത്വാഹിരിൻ, ശുദ്ധിയുള്ളവർക്കുമാണ് നിസ്കാരം ഫർളാക്കപ്പെടുന്നത്. ശുദ്ധി എന്ന് പറയുമ്പോ ഫലാ തജിബു അല്ല, ശുദ്ധി എന്ന് പറയുമ്പോൾ ഹൈള് നിഫാസ് എന്നീ ശുദ്ധികളിൽ നിന്ന് ശുദ്ധി, അല്ലാത്ത ഉദുവില്ലാത്തവര് ജനാബത്തുള്ളവര് എന്നുള്ള അർത്ഥത്തിനല്ല. ഉദുവില്ലാത്തവർക്ക് ശുദ്ധി ഇല്ല, പക്ഷെ ശുദ്ധിയാക്കാൻ കഴിയും. അതുപോലെ തന്നെ ജനാബത്തുള്ളവർക്ക് ശുദ്ധിയില്ല, പക്ഷെ ശുദ്ധിയാക്കാൻ കഴിയും. അതേസമയത്ത് ഹൈള് നിഫാസ് ഉള്ളവർക്ക് ശുദ്ധിയാക്കാൻ കഴിയില്ല. അവിടെ അവസാനം ഹൈള് നിന്നെങ്കിലേ ശുദ്ധിയാക്കാൻ കഴിയുള്ളൂ. ഹൈള് നിൽക്കുക എന്ന് പറയുന്നത് അത് ഈ മുക്കല്ലഫിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നതല്ല. നിഫാസ് നിന്നാൽ ശുദ്ധിയാക്കാൻ കഴിയും, പക്ഷെ നിഫാസ് നിൽക്കുക എന്നത് മുക്കല്ലഫിന്റെ പ്രവർത്തന പരിധിയിൽ പെട്ടതല്ല. അത് അല്ലാഹു തആല അവന്റെ സ്വന്തം ഇഖ്തിയാർ കൊണ്ട്, തെരഞ്ഞെടുപ്പ് കൊണ്ട് അവൻ നിർത്താൻ വേണ്ടി വെച്ച സമയത്ത് നിൽക്കുകയുള്ളൂ. അതേപോലെ ജനാബത്തും ചെറിയ ശുദ്ധിയും അങ്ങനെയല്ല. അതുള്ളവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെറിയ ശുദ്ധിയാക്കുന്നു എന്ന നെയ്യത്തോടു കൂടി വുളൂ ചെയ്യുകയോ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി ജനാബത്ത് കുടിക്കുകയോ ഒക്കെ ചെയ്താൽ ശുദ്ധിയാക്കാൻ കഴിയും. അപ്പൊ അവരെ ഈ കൂട്ടത്തിൽപ്പെടുത്തി, ത്വാഹിറിന്റെ കൂട്ടത്തിൽപ്പെടുത്തി. അതേസമയത്ത് ത്വാഹിർ അല്ലാത്തവർ എന്ന് പറയുന്നത് ഹൈള് നിഫാസ് എന്നിവ ഉള്ളവരെ സംബന്ധിച്ചാണ്. കാരണം അത് അവരെ സംബന്ധിച്ച് സ്വന്തമായി ശുദ്ധിയാക്കാൻ പറ്റാത്തതായതുകൊണ്ട് ശുദ്ധി ഇല്ലാത്തവരാ, അവർക്ക് നിസ്കാരം ഫർദില്ല. അപ്പൊ ഇനി ആ പറഞ്ഞതിന്റെ വിശദീകരണം പറയണം. അപ്പോൾ മുസ്ലിമിന്റെ വേണമെന്ന് നിർബന്ധമാവുക എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഫലാ തജിബു, നിസ്കാരം ഉജൂബാവുകയില്ല അലാ കാഫിരിൻ അസ്ലിൻ, സാക്ഷാൽ കാഫിർ. അസ്ലിയായ കാഫിർ എന്ന് പറഞ്ഞാൽ മുമ്പ് കുറെ കാലം മുസ്ലിമായി പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയായ കാഫിറല്ല, അവൻ അസ്ലിയായ കാഫിറല്ല. മറിച്ച് അവൻ ജനിക്കുമ്പോൾ തന്നെ അവന്റെ ഉമ്മയും ബാപ്പയും കാഫിറാണ്. അങ്ങനെ അവൻ വളർന്നു വന്ന് കുഫിരിയത്തിൽ തന്നെ ജീവിക്കുകയാണ്. ഇങ്ങനത്തെ ആളാണ് അസ്ലിയായ കാഫിർ എന്ന് പറയുന്നത്. അവർക്ക് നിസ്കാരം നിർബന്ധമില്ല. കാരണം എന്താ? അവർക്ക് ഹൈള് നിഫാസ് ഉള്ളവരെ പോലെ തന്നെയാണ്. പക്ഷേ അവർക്ക് മുസ്ലിം ആവുക എന്നത് പ്രായപൂർത്തി എത്തുമ്പം മുസ്ലിമായാൽ അപ്പം നിസ്കാരം ഫർളാവുന്നതിൽ പെടുകയും ചെയ്യും. വസബീൻ, ആഖില് എന്ന് പറഞ്ഞല്ലോ, പ്രായപൂർത്തി എത്തിയവനായതിന്റെ പുറമെ അല്ല, ബാലിഗ് എന്ന് പറഞ്ഞു. മുക്കല്ലഫിന്റെ മേലാണ് നിർബന്ധം, ബാലിഗാവണം. അപ്പോ സബി, കുട്ടി പ്രായപൂർത്തി എത്താത്തത് കൊണ്ട് കുട്ടിക്ക് നിസ്കാരം ഫർദില്ല. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പ്രായപൂർത്തി എത്തുന്നത് വരെ നിസ്കാരം ഫർദാകുന്നില്ല. ഇനി പിന്നെ കൽപ്പിക്കപ്പെടുന്ന, അത് വേറെ പറയും. ഇനി കൽപ്പിക്കപ്പെടുന്ന 7 വയസ്സ് മുതൽക്ക് കൽപ്പിക്കപ്പെടുമെന്നും കൽപ്പിക്കപ്പെടണമെന്നും നിസ്കരിച്ചാൽ സഹിയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിഫലവും കിട്ടും എന്ന് പറഞ്ഞാൽ അത് ഇബാദത്ത് ഫർളാവാന്റെ പ്രായപൂർത്തി എത്തിയെങ്കിലേ ഇബാദത്ത് ഫർളാവുള്ളൂ. അപ്പൊ അതിന്റെ മുമ്പ് ചെയ്താൽ ഇബാദത്ത് ഫർളാകുന്നില്ല, എങ്കിലും പ്രതിഫലം കിട്ടുന്നത് പ്രോത്സാഹനാർത്ഥാണ്. 10 വയസ്സ് കഴിഞ്ഞാൽ ഇനിയും നിസ്കരിക്കാതെ വന്നാൽ, വേണ്ടി വന്നാൽ അരിക്കാൻ നിർബന്ധമായി രക്ഷിതാക്കളുടെ മേൽ കൽപ്പന. അപ്പം കുട്ടിക്ക് നിർബന്ധമാകുന്നില്ല, എന്നാൽ നിസ്കരിച്ചാൽ കൂലി കിട്ടും. അത് പ്രോത്സാഹനാർത്ഥമുള്ള കൂലിയാണ്. പിന്നെ മജ്നൂനി, ആഖിലി അറിയില്ല, ബുദ്ധിയുള്ള ആള്,
ബുദ്ധിയുള്ള ആൾക്ക് നിസ്കാരം നിർബന്ധമാവുള്ളൂ. അപ്പൊ ബുദ്ധിയില്ലാത്ത ആൾക്ക് നിസ്കാരം നിർബന്ധമാവില്ല. അത് രോഗമാണ് ആയിട്ടാണെങ്കിലും മജ്നൂൻ എന്ന് പറഞ്ഞു. ഇനി മജ്നൂന് പോലെ തന്നെയാണ് തമ്മീസ് വരാത്ത ചില ആളുകൾ ഉണ്ടാവും. വകതിരിവെത്ത കുട്ടിയാകുക എന്ന് പറഞ്ഞാല് കുട്ടി 7 വയസ്സാവും വേണം, വകതിരിവെത്തും വേണം പറഞ്ഞു. ഒരാള് ചിലപ്പോ 25 വയസ്സായിട്ടും 40 വയസ്സായിട്ടും വകതിരിവെത്താത്തവരുണ്ടാവും. കാരണം ബുദ്ധിപരമായി തീരെ വളർച്ചയില്ലാത്ത ചില ആളുകളുണ്ട്. അവര് ഈ പറഞ്ഞേക്ക് ആക്കിലല്ല എന്നതിന്റെ പേരിൽ അവർക്കും നിസ്കാരം നിർബന്ധമില്ല. അതുപോലെ തന്നെ മുഹ്മാലിഹി ബോധശയം ബാധിച്ച ആള്. ഉദാഹരണം, ഒരാള് സുബഹിയുടെ അല്പം മുമ്പ് ബോധം വിട്ടുപോയി. പിന്നെ അയാള് ഇശാഇന്റെ വഖത്ത് കടന്നതിന് ശേഷമാണ് ബോധം തെളിയുന്നത്. അപ്പൊ അന്നത്തെ സുബഹി, ളുഹ്ർ, അസർ, മഗ്രിബ് ഈ സമയത്തൊന്നും അയാൾക്ക് ബോധമില്ല. പിന്നെ ഇശാഇന്റെ വഖത്തിലാണ് ഇങ്ങോട്ട് ബോധം തെളിഞ്ഞത്. ഈ സുബഹിയും ഈ ളുഹ്റും ഈ അസറും ഒന്നും അയാൾക്ക് നിർബന്ധമില്ല. കാരണം എന്താ, അയാൾക്ക് ബോധമില്ലല്ലോ. അക്കല് വേണ്ടേ? ബോധം കെട്ട് കിടക്കുന്നതിനെ സംബന്ധിച്ച് അക്കലില്ല. അതേ സമയത്ത് വഖത്തിൽ അല്പസമയം കിട്ടി ബോധത്തോടു കൂടി എന്നാ നിർബന്ധവും. സക്രാൻ, സക്രാൻ എന്ന് പറഞ്ഞാൽ ലഹരി ബാധിച്ച ആള്. ലഹരി ബാധിച്ചിട്ട് ബുദ്ധിയില്ലാതെ ആയിപ്പോയി. അത് പറഞ്ഞേക്ക് ഉദാഹരണം, ളുഹ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് ലഹരി ബാധിച്ചു. ഹറാമായ രീതിയിൽ മനഃപൂർവ്വം അവൻ മദ്യം ഉപയോഗിച്ചത് കൊണ്ടല്ല, അനുവദനീയമായ മാർഗത്തിൽ എന്തായി, ഒരാൾക്ക് ലഹരി ബാധിച്ചു. അങ്ങനെ ബുദ്ധിക്ക് വകതിരിവ് നഷ്ടപ്പെട്ടു. പിന്നെ അത് മഗ്രിബ് ആയതിനു ശേഷമാണ് ബോധം തെളിഞ്ഞോട്ടിക്കോളി. എന്നാൽ ഈ ളുഹ്റും അസറും അയാൾക്ക് നിർബന്ധമാകുന്നില്ല. ബിലാ തഅദ്ദീൻ എന്നല്ല. അതേ സമയത്ത് ഈ ബോധക്കേട് വന്നത്, അതല്ലെങ്കിൽ ഈ ലഹരി ബാധിച്ചത് ഇവന്റെ അതിക്രമം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഹറാമാക്കിയ വല്ല കാര്യവും മനഃപൂർവ്വം ചെയ്തുകൊണ്ടാണ്. ഉദാഹരണം, ഒരാള് മയക്കുമരുന്ന് കുത്തിച്ചേർന്ന ബോധം കെട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അയാൾക്ക് ബോധം തെളിഞ്ഞത്. നിസ്കാരമൊക്കെ കള വീട്ടണം. കാരണം മനഃപൂർവ്വം മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം നഷ്ടപ്പെട്ടതാണ്. അതേ സമയത്ത് രോഗത്തിന് വേണ്ടിയിട്ട്, ഉദാഹരണം, ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ കൊടുത്തു, ബോധം കെടുത്തി. ആ ബോധം തെളിയാൻ ഒരാഴ്ചയാണ് താമസിച്ചു എന്ന് വെച്ചോളി. എന്നാൽ ഈ ഒരാഴ്ചക്കാലത്തെ നിസ്കാരം അയാൾ കള വീട്ടേണ്ട ആവശ്യമില്ല. കാരണം ഈ രോഗത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ, ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഹലാലായ മാർഗത്തിലാണ് അയാളിൽ ബോധം നഷ്ടപ്പെടുത്തിയത്. ചെയ്തുകൊണ്ട് നഷ്ടപ്പെടുത്തിയ തന്നെയാണ്, പക്ഷെ ഹലാലായ മാർഗത്തിലാണ്. അതല്ലെങ്കിൽ മരുന്നിന്റെ ചികിത്സ ആവശ്യാർത്ഥം, അതല്ലെങ്കിൽ അറിയാതെ മാറി ഒരു മരുന്ന് കുടിക്കുന്ന ആളാണ്. അറിയാതെ അബദ്ധത്തിൽ മരുന്നിന്റെ സ്ഥാനത്ത് ലഹരി മദ്യമാണ് ഉപയോഗിച്ചു പോയത്. അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയതാണ്. അങ്ങനെ അയാൾക്ക് മസ്തായി, ലഹരി ബാധിച്ചു, ബുദ്ധിയുടെ സമനില തെറ്റി. എന്നാൽ അയാൾ കുറ്റക്കാരനല്ല. അപ്പൊ കുറ്റക്കാരനല്ലാത്ത നിലക്ക് ലഹരി പദാർത്ഥങ്ങളോ ബോധക്ഷയം ബാധിക്കുന്ന സംഗതികളോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോധം നഷ്ടപ്പെട്ടാലും അവൻ നിസ്കാരം, ആ സമയത്തുള്ള നിസ്കാരം കളാ വീട്ടേണ്ടതില്ല. അതാണ് ബിലാ തഅദ്ദീൻ. അതേ സമയത്ത് തഅദ്ദി അല്ലാഹു ഹലാലാക്കാത്ത നിലക്ക് ഹറാമായ രീതിയിൽ മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിച്ചിട്ടാണ് ബോധം നഷ്ടപ്പെട്ടത് എങ്കിൽ ആ നിസ്കാരം കളാ വീട്ടൽ വുജൂബാവുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ ആളുകൾ, ഈ കാഫിർ അസ്ലി, കുട്ടി, ഭ്രാന്തുള്ള ആള്, ബോധക്ഷയം ബാധിച്ച ആള്, ലഹരി ബാധിച്ച ആള്, ഇവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ല എന്നത് എന്തുകൊണ്ട്? ലിഅദമി തക്ലീഫിഹിം, അവർക്കൊന്നും തക്ലീഫില്ല. അതുകൊണ്ട് തന്നെ തക്ലീഫ് ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ബാധകമല്ല. അപ്പൊ കാഫിറിന് ബാധകമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉസൂലിനെതിരല്ല, അതാ നേരത്തെ പറഞ്ഞത്. കാഫിറിന് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ പ്രവർത്തിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ബാധ്യത ഉള്ള ആളല്ല. കാരണം അയാൾ സ്വയം അത് ഏറ്റെടുത്തിട്ടില്ല. അതേ സമയത്ത് ഷാഫി മദ്ഹബിന്റെ ഉസൂലിൽ പറയും, ഫുറയ്യാത്തുകളെ കൊണ്ട് കാഫിർ തക്ലീഫ് ഉള്ളവരാണ്. ആ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെട്ടതിന് ശേഷം അള്ളാഹുവിന്റെ അടുക്കൽ നാളെ പരലോകത്ത്
കാഫറായി എന്നതിന്റെ പേരിൽ ശിക്ഷ ലഭിക്കുന്നതിന്റെ പുറമെ നിസ്കരിക്കാത്തതിന്റെ മേൽ ശിക്ഷ ലഭിക്കും എന്നർത്ഥത്തിനാണ്. എന്നാൽ വലാ അലാ ഹൈളിൻ, ഹൈള് എന്ന് പറയുന്ന അശുദ്ധിയുള്ള സ്ത്രീ, അവൾക്ക് നിസ്കാരം ഫർദില്ല. വനുഫസാ, പ്രസവരക്തം ഉള്ള സ്ത്രീകൾക്കും. ഈ ഹൈള് നിഫാസ് എന്ന് പറയുന്ന രണ്ട് രക്തസ്രാവം, ഒന്ന് മാസത്തിലുണ്ടാവുന്ന ഹൈളും മറ്റൊന്ന് പ്രസവത്തിനോട് അനന്തരം ഉണ്ടാവുന്ന നിഫാസും, ഇത് ഉള്ളവർക്ക് നിസ്കാരം ഫർദില്ല. കാരണം അവർ ത്വാഹിറല്ല. എന്തുകൊണ്ടാണത്? ലിഅദ്മി സിഹ്ഹതിഹാ, നിസ്കാരം സഹിയാവില്ല എന്നതുകൊണ്ട്. മിൻഹുമാ, ഈ ഹൈളുകാരിയിൽ നിന്നും നിഫാസുകാരിയിൽ നിന്നും നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹി ആവുകയും ഇല്ല. അവർക്ക് നിസ്കാരം ഫർദില്ല. എന്നാൽ ഒരു സ്ത്രീ എന്ത് കരുതി, ഏതായാലും ഫർദില്ലെങ്കിലും നല്ലൊരു കാര്യല്ലേ, ഞാൻ ചെയ്യട്ടെ എന്ന് വെച്ചാൽ അത് സഹീഹ് എന്നല്ല. അപ്പൊ ചെയ്യൽ ഹറാമിന്റെ കുറ്റുണ്ടാവും, ചെയ്യാൻ പാടില്ലാതെ. എന്നാൽ വലാ ഖളാ അലൈഹിമാ, ഹൈളുകാരിയും നിഫാസുകാരിയുമാവുന്ന രണ്ടുപേരും ഖളാ വീട്ടലും നിർബന്ധമില്ല എന്ന് മാത്രമല്ല, ഖളാ വീട്ടാനും പാടില്ല. കാരണം എന്താ? ഇസ്ലാമിന്റെ കൽപ്പനക്കെതിരാണ്. ഒരിക്കൽ ബൗദ്ധിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹവറത്തിൽ വന്നിട്ട് ഒരു സ്ത്രീ ചോദിക്കുകയുണ്ടായി, ഉമ്മ, ഇസ്ലാമിന്റെ ഫർളുകളിൽ നാലാമത്തെ ഫർളാവുന്ന റമളാൻ മാസത്തിലെ നോമ്പ് നോൽക്കണം, ഖളാ വീട്ടണം. ഹൈള് നിഫാസുള്ള സ്ത്രീകൾ ഹൈള് മുഖേനയോ ഹൈള് മൂലമോ നിഫാസ് മൂലമോ നിസ്കാരം നോമ്പ് നഷ്ടപ്പെട്ടാൽ ആ നോമ്പ് ഖളാ വീട്ടണം എന്നാണല്ലോ വിധി. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠതയും മഹത്വവും ഉള്ളതല്ലേ നിസ്കാരം? ഈ നിസ്കാരം ഖളാ വീട്ടാൻ എന്നാണല്ലോ പറയുന്നത്. തമ്മിൽ എന്താണ്? യുക്തി കൊണ്ടൊക്കുന്നില്ലല്ലോ. ഇത് മഹത്വവും ശ്രേഷ്ഠതയും നോക്കുകയാണെങ്കിൽ നോമ്പിന്റെയൊക്കെ എത്രയോ മേലെയാണ് നിസ്കാരം. ആ നിസ്കാരം ഖളാ വീട്ടേണ്ടതാണ്. എന്നാൽ നോമ്പ് ആ പദവിയുള്ള നോക്കുമ്പോൾ നിസ്കാരത്തിന്റെ വളരെ താഴെയാണ്, അത് വീട്ടണമെന്നും. അതെന്താണ് യുക്തി എന്ന് ചോദിച്ചപ്പോ തിരിച്ച് ആയിഷ റളിയല്ലാഹു തആല എന്നെ ചോദിച്ചത്, ഹറൂറിയത്തുൻ അൻതി, നീ ഹറൂറിയത്താണോ? ഹറൂറിയത്ത് എന്ന് പറഞ്ഞാൽ അക്കാലത്തുണ്ടായിരുന്ന ഒരു വഹാബി യുക്തിവാദി സംഘം, ഇസ്ലാമിനെ യുക്തി കൊണ്ട് അളക്കാൻ ശ്രമിക്കുന്ന ഒരു മുബ്തദിഈങ്ങളുടെ കക്ഷിയാണ് ഹറൂറിയാക്കൾ എന്ന് പറയുന്ന ഖവാരിജികൾ. അതിൽപ്പെട്ട ആളാണോ എന്ന് ചോദിച്ചപ്പോ ആയിഷ, ആ സഹോദരി, ആ പെണ്ണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവിടുത്തെ ഭാര്യമാരുണ്ടായിരുന്നു, അവിടുത്തെ പത്നിമാരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ മക്കളുണ്ടായിരുന്നു, ഒക്കെ. അവർക്കൊക്കെ ഈ പറയുന്നത് പോലെ ഹൈള്, നിഫാസ് എന്നിങ്ങനെ സാധാരണ മറ്റു സ്ത്രീകൾക്കുണ്ടാവുന്നത് പോലെ അവർക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് നോമ്പ് ഖളാ വീട്ടാൻ ഞങ്ങളോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം ഖളാ വീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ യുക്തി അതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഖളാ വീട്ടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് വീട്ടൽ ഹറാമാണ്. ഖളാ വീട്ടൽ, നിസ്കാരം ഖളാ വീട്ടൽ ഹറാമാണ്. അത് ഹൈള് നിഫാസുകാരിക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ മക്കൾക്കോ, ഉദാഹരണം, കുട്ടി 7 വയസ്സ് പൂർത്തിയായ ഒരു കുട്ടി പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നിസ്കരിക്കൽ സുന്നത്താണ്, നിസ്കരിക്കാൻ കൽപ്പിക്കൽ വുജൂബാണ്. എന്നാൽ അങ്ങനെ ഈ പ്രായപൂർത്തി എത്താത്ത ഒരു കുട്ടി നിസ്കാരം ഖളാ ആക്കിയാൽ അത് ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഭ്രാന്ത് ബാധിച്ച ഒരാള് ബുദ്ധി തിരിച്ചു വന്നാൽ നിസ്കാരം ഖളാ വീട്ടൽ വുജൂബില്ല. പക്ഷേ ഖളാ വീട്ടുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അതേ രീതിയിൽ തന്നെ ബോധക്കേടോ ലഹരിയോ ബാധിച്ചുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ട് ഖളാ വീട്ടൽ വുജൂബില്ലെങ്കിലും അതൊക്കെ ഖളാ വീട്ടൽ നല്ലതാണ്. എന്നാൽ പക്ഷേ ഈ പറഞ്ഞവർക്കൊന്നും വുജൂബില്ലെങ്കിലും തെജിബു, ഖളാ വീട്ടൽ വുജൂബാണ് അലാ മുർത്തദിൻ. അസ്ലിയായ കാഫിറിന് വുജൂബ് ഇല്ല, എന്നാൽ മുർത്തദായ കാഫിറിന് വുജൂബാണ്. എന്താ വ്യത്യാസം? അസ്ലിയായ കാഫിർ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇസ്ലാമിന്റെ തക്ലീഫിനെ അവൻ ഏറ്റെടുത്തിട്ടില്ല. ഒന്ന്,
രണ്ടാമത്തേത് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഒരു പ്രോത്സാഹനമാണ് എന്ന് പറഞ്ഞാൽ 50 വയസ്സായ ഒരാൾ അല്ലെങ്കിൽ 60 വയസ്സായ ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്നിരിക്കട്ടെ. അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആയതിനു ശേഷം അയാളോട് പറയാണ്, നിങ്ങൾക്ക് 15-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 13-ാമത്തെ വയസ്സിൽ പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്ന് വരെയുള്ള നിസ്കാരങ്ങൾ ദിവസത്തെ 5 വക്ത് നിസ്കാരം വീതം ഖളാ വീട്ടണം എന്ന് പറഞ്ഞാൽ, അപ്പോ ചിലപ്പോ അധികം ചിന്തിക്കാതെ ആൾക്കാർ പറയുന്ന കണ്ണൻകുട്ടിയായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ 10-40 കൊല്ലത്തെ അല്ലെങ്കിൽ 10-45 കൊല്ലത്തെ നിസ്കാരം ദിവസത്തിൽ 5 വക്ത് വെച്ച് നിസ്കരിച്ച് ഖളാ വീട്ടാൻ കഴിയില്ല. അപ്പൊ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തന്നെ അത് തടസ്സമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രോത്സാഹനം, എത്ര കൊല്ലം അമുസ്ലിമായി ജീവിച്ചിട്ടുണ്ടെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പഴയതൊക്കെ പൊറുക്കപ്പെടും എന്ന നിലക്ക് സൗജന്യമായിട്ടൊരു പ്രോത്സാഹനം എന്ന നിലക്കാണ് അവൻ മടക്കി സ്കരിക്കണ്ട എന്ന് പറഞ്ഞു. എന്നാൽ മുർത്തദ് അങ്ങനെയല്ല. മുർത്തദായ ആള് മുമ്പ് മുസ്ലിം ആവുകയും ഇസ്ലാമിന്റെ നിയമം സ്വയമേധയായി ഏറ്റെടുത്ത് ഉത്തരവാദിത്വമാക്കുകയും ചെയ്തൊരു വ്യക്തി പിന്നീട് അവന്റെ വീഴ്ച കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതാണ്. അപ്പോ നേരത്തെ ഇസ്ലാം അംഗീകരിച്ച് ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തി തന്റെ വീഴ്ച കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അവന് പിന്നെ ആനുകൂല്യങ്ങളൊന്നും അർഹിക്കുന്നില്ല. അതുകൊണ്ട് അവൻ മടക്കി സ്കരിക്കുക വേണം. അത് എത്ര കൊല്ലമായിട്ടാണോ ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്നതെങ്കിൽ അത്രയും കാലത്തെ സംസ്കാരം ഖളാ വീട്ടുക തന്നെ വേണം. അതുപോലെ തന്നെ മുതഅദ്ദിൻ ബിസുക്രിൻ, ലഹരി ഉപയോഗം കൊണ്ടിട്ട് അതിക്രമം ചെയ്തവൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഹലാലാക്കിയ മാർഗത്തിലല്ല, മറിച്ച് മദ്യപാനിയായി മാറി അതല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയായി അങ്ങനെയാണ് ബുദ്ധി നഷ്ടപ്പെട്ടത്. എന്നാൽ ബുദ്ധി വന്നാൽ അത്രയും നിസ്കാരങ്ങൾ ഖളാ വീട്ടിയേ തീരൂ. വയുഖ്തലു, അതിന് പുറമെ കൊല്ലപ്പെടുകയും വേണം. ആര് കൊല്ലപ്പെടണമെന്ന്? ഐ അൽ മുസ്ലിമുൽ മുകല്ലഫു ത്വാഹിറു, നിസ്കാരം വുജൂബാണെന്ന് പറയപ്പെട്ട വ്യക്തി. നിസ്കാരം വുജൂബാണെന്ന് പറഞ്ഞ ആരാണ്? മുസ്ലിമായ മനുഷ്യൻ, പ്രായപൂർത്തിയും ബുദ്ധിയുള്ളവരും ഹൈദ് നിഫാസ് എന്നീ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുള്ളവരും ആയ നിസ്കാരം ഫർളാവുന്ന മുസ്ലിമായ മനുഷ്യനെ കൊല്ലപ്പെടണം. എങ്ങനെ കൊല്ലപ്പെടണം? ഹദ്ദൻ, ശിക്ഷ ആയിട്ട്. ഒരു കുറ്റം ചെയ്താൽ കുറ്റവാളിയെ ശിക്ഷിക്കുക എന്ന നിലക്ക് നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ച ഒരു വ്യക്തി, നിസ്കാരം ഫർളുള്ള വ്യക്തികളിൽപ്പെട്ട ഒരു മുസ്ലിമായ വ്യക്തി ശറഇൽ അനുവദിക്കപ്പെട്ട കാരണം കൂടാതെ നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലപ്പെടണം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ കയറി കൊല്ലണം എന്നോ അല്ലെങ്കിൽ വല്ല രാഷ്ട്രീയ സംഘടനയോ മതസയത്തിന്റെ പേരിലോ വല്ല സംഘടനയും തട്ടിക്കൂട്ടിയിട്ട് ഭീകരവാദികളായി മാറി അവർ കൊല്ലണം എന്നോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റികളോ അല്ലെങ്കിൽ SYSന്റെ കമ്മിറ്റിയോ കൊല്ലണം എന്നോ അല്ല. അവർക്കൊന്നും നിയമം കയ്യിലെടുക്കാൻ അധികാരം ഇസ്ലാം കൊടുത്തിട്ടില്ല. മറിച്ച് ആർക്കാണ് അതിന്റെ അധികാരം? ഇസ്ലാം ശരീഅത്തനുസരിച്ച് ഭരണം നടത്തുന്ന ഇമാമ്, ആ ഇമാമിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ അധികാരപ്പെട്ട കോടതി, ആ കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യപ്പെടുകയും കോടതിയിൽ ഹാജരാക്കപ്പെടുകയും വിചാരണ ചെയ്ത് ഇദ്ദേഹം നിസ്കരിക്കുന്ന ആളാണ്, മുസ്ലിമാണ്, നിസ്കരിക്കുന്നില്ല എന്ന് മനസ്സിലായിട്ട് കോടതി അല്ലെങ്കിൽ ഇമാമ് കൽപ്പിക്കുന്നു നിസ്കരിക്കണം. മുസ്ലിമായ മനുഷ്യൻ നിസ്കാരം ഫർളാണ്, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷയായിട്ട് കൊല്ലപ്പെടും എന്നവനോട് താക്കീത് ചെയ്ത് നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് നിസ്കരിക്കാതെ വാശി പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, ഒരു കുറ്റം ചെയ്തവൻ കൊലയാളിയെ കൊല്ലുക, മോഷ്ടാവിന്റെ കൈമുറിക്കുക എന്നൊക്കെ പറഞ്ഞത് ഹദ്ദ്, ശിക്ഷ എന്ന നിലക്ക എന്നതുപോലെ ശിക്ഷ എന്ന നിലക്ക് കൊല്ലപ്പെടണം. എങ്ങനെ കൊല്ലപ്പെടണം എന്ന്? കൊല്ലാൻ തന്നെ എങ്ങനെയെങ്കിലും പറ്റൂല. പെരടി വെട്ടുക, വെടിവെച്ച് കൊല്ലല്ല വേണ്ടത്, അല്ലെങ്കിൽ അടിച്ചു കൊല്ലല്ല വേണ്ടത്, അല്ലെങ്കിൽ തൂക്കി വെച്ച് കൊല്ലല്ല വേണ്ടത്. മറിച്ച് ഇദാ ഖതൽതും ഫഹ്സിനുൽ ഖിത്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ
കൽപ്പിച്ചിട്ടുണ്ട്. കൊല്ലൽ നിർബന്ധമാവുന്ന ചില സാഹചര്യത്തിൽ കൊല്ലേണ്ടി വന്നാൽ മാന്യമായ നിലക്ക് കൊലപ്പെടുത്തണം എന്ന കൽപ്പനയുണ്ട്. അപ്പൊ അതുകൊണ്ട് വാളുകൊണ്ട് തല വെട്ടിയിട്ടാണ് കൊലപ്പെടുത്തേണ്ടത് എന്ന്. പക്ഷെ അത് നിസ്കരിക്കാത്തവരോട് പിടിക്കുക, ഒരു വാളോട് ഊരുക, തലക്കട് വെട്ടുക, അങ്ങനെയല്ല. മറിച്ച് മുസ്ലിം ഭരണം വേണം. ആ ഭരണകൂടത്തിന്റെ കീഴിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും എന്നിട്ട് കോടതി അയാളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ ശിക്ഷ ഉണ്ടാവുന്നുള്ള മുന്നറിയിപ്പും കൊടുത്തിട്ട് അയാൾ നിസ്കരിക്കുന്നില്ലെങ്കിലാണ്. അപ്പൊ അത് നടക്കൂല. കാരണം എന്താ, അങ്ങനെ ആരും ചെയ്യാൻ സാധ്യത കാണുന്നില്ല. അഥവാ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള ശിക്ഷ അതാണ് പരമാവധി ശിക്ഷ. എപ്പോഴാണത്? തീരെ ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിക്കാതിരിക്കുമ്പോഴല്ല. ഇൻ അഹ്റജഹ, ഈ ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ ഒരാൾ പുറപ്പെടുവിച്ചാലാണ്. എങ്ങനെ പുറപ്പെടുവിച്ച്? ആമിദൻ, ബോധപൂർവം മനഃപൂർവം പുറപ്പെടുവിച്ചു. എന്തിനെ തൊട്ട് പുറപ്പെടുവിച്ചു? അൻ വഖതി ജംഇൻ ലഹാ, നിസ്കാരത്തിന്റെ അതിന്റെ വഖത്തും അതിനെ ജമ്മാക്കാൻ പറ്റുന്ന വഖത്തും വിട്ട് പിന്തിക്കണം. അതിപ്പോ ഉദാഹരണം പറഞ്ഞ എങ്ങനെ? ഒരാൾ ളുഹ്ർ നിസ്കരിച്ചിട്ടില്ല, ഏതുവരെ? മഗ്രിബിന്റെ വഖത്ത് കിടക്കുന്നത് വരെ. ളുഹ്ർ അസറിന്റെ വഖത്ത് കിടക്കലോടുകൂടി ളുഹ്ർ ഖളാവുമെങ്കിലും അസറിന്റെ സമയം ളുഹ്റിന്റെ ജമ്മിന്റെ വഖത്താണ്. പിന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ അസർ ഖളാവിന്റെ ഇടയ്ക്ക് നിസ്കരിച്ചാൽ തന്നെ ളുഹ്ർ അതാവുമല്ലോ. അതാണ് വഖത്തിന്റെ ജമ്മുകാരൻ, അല്ല ജമ്മിന്റെ വഖത്ത് എന്ന് പറഞ്ഞ ആളാണ്. ഇനി അതുപോലെ തന്നെ മഗ്രിബ് ഒരാള് സുബി അവൾ നിസ്കരിച്ചില്ല, എന്നാൽ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടും. എന്നാൽ അസറോ, അസറിനെ മഗ്രിബ് വരെ പിന്തിച്ചാൽ തന്നെ ജമ്മിന്റെ വഖത്ത് കഴിഞ്ഞു. കാരണം അസറിനെ മഗ്രിബിലേക്ക് പിന്തിച്ച് ജമ്മാക്കാൻ വകുപ്പില്ല. അപ്പൊ അസർ വന്റെ വഖത്ത് ഖളായി ഉറൂബാവലോട് കൂടി തന്നെ ഈ നിയമം ബാധകമായി. സുബി ഖളാവലോട് കൂടി തന്നെ നിയമം ബാധകമായി. ഇശാ ഖളാവലോട് കൂടി തന്നെ നിയമം ബാധകമായി. അപ്പോ ളുഹ്ർ ആണെങ്കിൽ മഗ്രിബ് ആവുന്നത് വരെയും, മഗ്രിബാണെങ്കിൽ സുബി ആവുന്നത് വരെയും. അതാണ് ജമ്മിന്റെ വഖത്തിനെയും വിട്ടു പിന്തിച്ചാൽ എന്നറിഞ്ഞു. ഇങ്ങനെ ജമ്മിന്റെ വഖത്തിനെയും വിട്ട് പിന്തിച്ച് മനഃപൂർവ്വം പിന്തിച്ചാൽ കൊല്ലപ്പെടണം എന്ന് പറയുന്നത് എപ്പോ? ഇൻകാന, ഈ നിസ്കാരം ഉപേക്ഷിക്കൽ ആണെങ്കിൽ കസലൻ, അതൊരു മടിയായിട്ടിങ്ങനെ എന്ന് പറഞ്ഞാൽ മായത്തിക്കാതി വിജൂബിഹ, നിസ്കാരം വിജൂബാണെന്ന് വിശ്വാസമുണ്ട്. നിസ്കാരം വിജൂബാണ്, അതിലൊന്നും വിശ്വാസമൊന്നും തകരാറില്ല. പണ്ട് നമ്മൾ കാണാതായ മൗലവിനെ പറ്റി പറഞ്ഞേക്ക് 3 വക്തുള്ളൂ എന്ന് പറയുന്ന ആളൊന്നുമല്ല. ആള് 5 വക്ത് നിസ്കാരം, ഒരു മുസ്ലിമായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുസ്ലിമിന് 5 വക്ത് നിസ്കാരം വുജൂബാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ നിസ്കരിക്കാത്ത എന്താണ്? അതിങ്ങനെ ഒരു വയന്ന് കളിച്ചിട്ടുള്ള നിസ്കാരം ഒഴിവാക്കല. മാറ്റിക്കാതെ വിജൂബിഹാളത് വജൂബാണെന്ന് വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ നിസ്കരിക്കാത്തത് ആ നിലക്കാണെങ്കിലാണ് ശിക്ഷയായിട്ടാണ് കൊല്ലേണ്ടത് എന്ന് പറഞ്ഞു. അല്ലാതെ ആണെങ്കിലോ അഞ്ച് പറയുന്നുണ്ട്. ഈ കൊല്ലപ്പെടണം എന്ന് പറഞ്ഞത് ജമ്മിന്റെ വഖത്തിൽ നിന്നും നിസ്കാരത്തെ പിന്തിച്ച് വുജൂബാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മടി കാരണം പിന്തിച്ചാൽ കൊല്ലപ്പെടണം എന്ന് പറഞ്ഞത് നിസ്കാരം കളായാട് വെട്ടിക്കൊല്ലാന്നല്ല. ഇല്ലം യതുബ്, ഈ നിസ്കരിക്കാത്ത വ്യക്തി തൗബ ചെയ്ത് മടങ്ങുന്നില്ലെങ്കിൽ. എപ്പോഴാണ് തൗബ ചെയ്ത് പറഞ്ഞ? ബഅദൽ-ഇസ്തിതാബത്തി, തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടതിന് ശേഷം. പറഞ്ഞ് ഉത്തരവാദപ്പെട്ട ആളുകൾ അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി, കോടതിയോ ഇമാമോ അയാളോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിസ്കാരം മേലിൽ ഉപേക്ഷിക്കില്ല എന്ന് അസ്മ ചെയ്യുകയും വന്നുപോയതിൽ ഖേദിച്ച് നിസ്കരിക്കാൻ തയ്യാറാവുകയും ചെയ്യാം. ഇങ്ങനെ തൗബ ചെയ്യാൻ ആവശ്യപ്പെടൽ നിർബന്ധമാണോ ഭരണാധികാരിക്ക്, അല്ല സുന്നത്താണോ? 2 അഭിപ്രായമുണ്ട്. അതായത് നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാൽ അയാളോട് തൗബ ചെയ്ത് മടങ്ങാൻ കൽപ്പിക്കണം ഭരണാധികാരി, അതിലാർക്കും തർക്കമില്ല. പക്ഷെ ഈ കൽപ്പിക്കൽ വുജൂബാണോ അതല്ല സുന്നത്താണോ? 2 അഭിപ്രായമുണ്ട്. അതിൽ ഷാഫി മദ്ഹബിൽ വിലപ്പെട്ട അഭിപ്രായം സുന്നത്തേ ഉള്ളൂ എന്നാ. ഏത് തൗബ ചെയ്യാൻ ആവശ്യപ്പെടൽ സുന്നത്താണ്, വുജൂബാണെന്നൊരു അഭിപ്രായവും ഉണ്ട്. ബഅദൽ-ഇസ്തിതാബത്തി, ഇങ്ങനെ നിസ്കരിക്കാത്തവനെ ഇമാമോ ഇമാമിന്റെ നായിബായിട്ടുള്ള ആള് തൗബ ചെയ്യൽ
ആവശ്യപ്പെടൽ സുന്നത്താണ് എന്ന അഭിപ്രായം അനുസരിച്ച്, അതാണ് മറ്റത്, അതനുസരിച്ച് ലായവുമനു മങ്കത്തലഹു, ഇങ്ങനെയുള്ള നിസ്കാരം ഉപേക്ഷിച്ച വ്യക്തിയെ കൊന്ന ഒരു ഭരണാധികാരി അയാള് ബാധ്യസ്ഥനല്ല ഖബല തൗബത്തി, തൗബ ആവശ്യപ്പെടുന്നതിന് മുമ്പ്. കാരണം തൗബ ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന്റെ മുമ്പ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കേസ് എന്താന്ന് അന്വേഷിച്ചു. കേസ് അവൾ നിസ്കരിച്ചിട്ടില്ല പറഞ്ഞു. ഏത് നിസ്കരിച്ചിട്ടില്ല ചോദിച്ചു. സൂര്യ ഇരിക്കുന്നവരെ സുബഹിസ്കരിച്ചില്ല പറഞ്ഞു. അതല്ലെങ്കിൽ ളുഹ്റ് മഗ്രിബ് അവൾ നിസ്കരിച്ചില്ല, അല്ലെങ്കിൽ അസർ മഗ്രിബ് ആവുന്നവരെ നിസ്കരിച്ചില്ല എന്ന് എഴുതില്ല, നിസ്കാരം ഉപേക്ഷിച്ചു എന്ന് അറിഞ്ഞ ഉടനെ കൊല്ലാൻ കൽപ്പിച്ചു, കൊന്നു. എന്നാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യതയൊന്നും ഭരണാധികാരിക്കില്ല. എന്തുകൊണ്ട്? തൗബ ചെയ്യാൻ ആവശ്യപ്പെടൽ സുന്നത്തേ ഉള്ളൂ എന്ന അഭിപ്രായം അനുസരിച്ച്. പക്ഷെ അങ്ങനെ വെച്ചാലും ലാക്കിന്നഹു യസ്മു, കുറ്റക്കാരനാവും. അത് ഇങ്ങനെ ഒരു ഭരണാധികാരി ചെയ്യാണ്, തൗബ ചെയ്യാൻ ആവശ്യപ്പെടാതെ ഈ കുറ്റം തെളിഞ്ഞ ഉടനെ അയാളെ കൊല്ലുകയാണെങ്കിൽ അയാൾ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരനാവും. എന്നാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യതയൊന്നും ഇല്ല. ഇത്രയും പറഞ്ഞത് നിസ്കാരം വുജൂബാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിസ്കാരം മടിമുഖേനെ ഒഴിച്ച ആളുകളെ സംബന്ധിച്ചാണ്. എന്നാൽ വയുഖ്തലു കുഫ്റൻ, നിസ്കാരം ഉപേക്ഷിച്ചവനെ കൊല്ലപ്പെടണം കുഫ്റൻ, കാഫിറായതിന്റെ പേരിൽ. നേരത്തെ പറഞ്ഞ ഹദ്ദൻ കൊല്ലപ്പെടണമെന്ന, കള്ളുടിച്ചവനെ അടിക്കുക, ചല്ലുക, കൈമുറിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ നിസ്കരിക്കാൻ ഉപേക്ഷിച്ചവനെ കൊല്ലുക എന്ന് പറഞ്ഞ ശിക്ഷയായിട്ട്. ഇനി കാഫിറായതിന്റെ പേരിൽ കൊല്ലപ്പെടും. എപ്പോ? ഇൻതറക്കഹ, നിസ്കാരത്തെ ഈ വ്യക്തി ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ. എങ്ങനെ? ജാഹിദൻ വുജൂബഹ, നിസ്കാരത്തിന്റെ വുജൂബിയത്ത്, നിസ്കാരം ഫർളാണ് എന്ന കാര്യത്തെ അയാൾ നിഷേധിക്കുന്നു. തീരെ നിസ്കാരം വുജൂബില്ല എന്ന് നിഷേധിക്കാമെന്ന് മാത്രമല്ല, 5 വക്ത് നിസ്കാരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു നിസ്കാരം വുജൂബില്ല എന്ന് വിശ്വസിച്ചു. അതല്ലെങ്കിൽ 5 വക്ത് നിസ്കാരത്തിൽപ്പെട്ട ഒരു നിസ്കാരത്തിന്റെ ഒരു റക്അത്ത് ഫർളില്ല എന്ന് വിശ്വസിച്ചു. എന്നാൽ തന്നെ കാഫിറാവും. ജാഹിദൻ വുജൂബഹ ആണെങ്കിൽ, വുജൂബാണ് എന്നതിനെ നിഷേധിച്ചുകൊണ്ടാണെങ്കിൽ കൊല്ലപ്പെടണം എന്ന് മാത്രമല്ല അത് കാഫിറായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഫലായോസലൂ, കണ്ടോ, കാഫിറായതിന്റെ പേരിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മയ്യത്ത് കുളിപ്പിക്കപ്പെടണ്ടെന്ന് പറഞ്ഞാൽ വുജൂബില്ല. വലായുസല്ല അലി, നിസ്കരിക്കാനും പാടില്ല എന്ന് മാത്രമല്ല മുസ്ലിംകളുടെ ഖബർസ്ഥാനിൽ മറമാടപ്പെടാനും പാടില്ല. ആദ്യം പറഞ്ഞോളത്തോ അതൊക്കെ വേണം. അതായത് ശിക്ഷയേറ്റ് കൊല്ലപ്പെട്ടോടത്ത് സാധാരണ മുസ്ലിമീങ്ങളെ കുളിപ്പിക്കുന്നത് പോലെ അയാളെ മയ്യത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മയ്യത്ത് നിസ്കരിക്കണം, മുസ്ലിം ഖബർസ്ഥാനിൽ മറമാടുകയും വേണം. അതേസമയത്ത് വുജൂബിനെ നിഷേധിച്ചാലോ ആള് കാഫിറായി. കാഫിറായി കൊല്ലപ്പെടുന്നു മാത്രമല്ല അവിടെ മയ്യത്ത് കുളിപ്പിക്കല്, അതുപോലെ തന്നെ മയ്യത്ത് നിസ്കരിക്കല്, മുസ്ലിം ഖബർസ്ഥാനിൽ മറമാടൽ ഒന്നും പാടില്ല. ഇനി ഖളാ വീട്ടുന്നതിനെ സംബന്ധിച്ച് ആണെന്ന് കുറച്ച് നേരത്തെ നിർത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ദർസ് ഇന്ന് അവിടെ നിൽക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ ഓതാൻ ശ്രമിക്കാം.